മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ വ്യാഴാഴ്ച കോടതി വിധി പറയും. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം. തുഷാർ മുമ്പാകെയാണ് കേസ് പരിഗണിക്കുക. നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി വീട്ടിൽ ഷൈബിൻ അഷ്റഫ്, ഷൈബിൻ്റെ മാനേജറായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, നിലമ്പൂർ പൂളക്കുളങ്ങര വീട്ടിൽ ഷബീബ് റഹ്മാൻ, വണ്ടൂർ പഴയ വാണിയമ്പലം ചീര ഷെഫീഖ്. വൈദ്യനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന സംഘത്തിലെ ചന്തക്കുന്ന് കൂത്രാടൻ മുഹമ്മദ് അജ്മൽ, ഡ്രൈവർ നിലമ്പൂർ മുക്കട്ട നടുതുടിക നിഷാദ്, നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി വീട്ടിൽ സുനിൽ, റിട്ടയർഡ് SI വയനാട് സുൽത്താൻ ബത്തേരി കോളേരി ശിവഗംഗ വീട്ടിൽ S. സുന്ദരൻ, വണ്ടൂർ മുത്തശ്ശിക്കുന്ന് കാപ്പിൽ വീട്ടിൽ K. മിഥുൻ, വണ്ടൂർ പുളിക്കാട്ടുപടി പാലപ്പറമ്പിൽ കൃഷ്ണപ്രസാദ്. 1-ാം പ്രതി ഷൈബിൻ്റെ ഭാര്യ കൈപ്പഞ്ചേരി ഫസ്ന, ചന്തക്കുന്ന് ചാരംകുളം കാപ്പുമുഖത്ത വീട്ടിൽ അബ്ദുൽ വാഹിദ് എന്നിവരാണ് കേസിലെ പ്രതികൾ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 1 മുതൽ 6 വരെയും 9-ാം പ്രതിയുമാണ് നിലവിൽ റിമാൻഡിലുള്ളത്. 14, 15 പ്രതികളായ നിലമ്പൂർ ഈയമ്മടയിലെ കൈപ്പഞ്ചേരി ഫാസിൽ, നിലമ്പൂർ മുക്കട്ട പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഷമീം എന്ന പൊരി ഷമീമിനെ പോലീസിന് പിടികൂടാനായില്ല. 14-ാം പ്രതിയായ ഫാസിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വർഷം മരിച്ചു. ഇവരൊഴികെ 13 പ്രതികളാണ് കേസിൽ വിചാരണ നേരിട്ടത്. 2019 ഓഗസ്റ്റ് 1-ന് മൂലക്കുരു ചികിത്സയുടെ രഹസ്യ ചോർത്താൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ ഷൈബിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും 2020 ഒക്ടോബർ 8-ന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. ഷാബാസ് ഷെരീഫിൻ്റെ ഭാര്യ, മക്കൾ, പേരക്കുട്ടി, സഹോദരൻ എന്നിവരുൾപ്പെടെ കേസിൽ 80 സാക്ഷികൾ വിസ്തരിച്ചു. അന്വേഷണത്തിൽ നിലമ്പൂർ പാരമ്പര്യ വൈദ്യനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം വെട്ടി നുറുക്കാനുപയോഗിച്ച പുളിമരപ്പലകയുടെ കുറ്റി കണ്ടെത്തിയിരുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി നൌഷാദുമായി നിലമ്പൂർ CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് പുളിമരക്കുറ്റി കണ്ടെത്തിയത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം രാധാകൃഷ്ണൻ നായർ എന്ന ഉണ്ണിയുടെ വീട്ടുവളപ്പിലെ പുളിമരത്തിൻ്റെ കുറ്റിയാണ് പോലീസ് കണ്ടെത്തിയത്. ഈ പുളിമരം മരവ്യാപാരിയായ പറമ്പാടൻ ഉമ്മറിനാണ് രാധാകൃഷ്ണൻ വിറ്റത്. ഇയാളിൽ നിന്നാണ് ഷാബാസ് ഷെരീഫിൻ്റെ മൃതദേഹം വെട്ടിനുറുക്കിയ നൌഷാദ് 1.5 മീറ്റർ നീളമുള്ള മരക്കഷ്ണം വാങ്ങിയത്. കൊലപാതകത്തിന് തൊട്ടടുത്ത ദിവസമാണ് മരക്കഷ്ണം വാങ്ങിയത്. വെട്ടിനുറുക്കാൻ അനുയോജ്യവും ബലമുള്ളതുമായതിനാലാണ് പുളിമരക്കഷ്ണം തെരഞ്ഞെടുത്തതെന്ന് പ്രതി നൌഷാദ് പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസ് കണ്ടെത്തിയ പുളിമരക്കുറ്റിയിൽ നിന്നുള്ള കഷ്ണം തന്നെയാണ് വാങ്ങിയതെന്നും പ്രതി സമ്മതിച്ചു. നൌഷാദിന് മരക്കഷ്ണം വിറ്റതായി മരവ്യാപാരി ഉമ്മറും പോലീസിൽ മൊഴി നൽകി. മൂലക്കുരുവിനുള്ള ഒറ്റമൂലിക പറഞ്ഞു കൊടുക്കാത്തതിനാലാണ് മൈസൂരു സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലേറെ തടങ്കലിൽ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിലെറിഞ്ഞത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ നിരവധി കൊലപാതക പരാതികളാണ് ഉയരുന്നത്. ഷൈബിൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്ന മുക്കം സ്വദേശി ഹാരിസിൻ്റെ ആത്മഹത്യ കൊലപാതകമാണെന്നും ഷൈബിൻ അഷ്റഫ് കൊലപ്പെടുത്തിയതാകാമെന്നും ആരോപിച്ചുകൊണ്ട് ഹാരിസിൻ്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വയനാട് ബത്തേരി സ്വദേശിയുടെ മരണത്തിലും ഷൈബിൻ്റെ ബിസിനസ് പങ്കാളി ദുബായിൽ ആത്മഹത്യ ചെയ്തതിലും ദുരൂഹതയേറുന്നുണ്ട്. റിട്ടയർഡ് SI അടക്കമുള്ളവരുടെ സഹായവും ഇയാൾക്ക് ലഭിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വയനാട് സ്വദേശിയായ റിട്ടയർഡ് SIയും ഒളിവിലാണ്. പണം ഞങ്ങൾ തരും.